ചുവരിൽ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും കെ കരുണാകരനും. മുൻപിൽ കുടിച്ച് ലെക്കുകെട്ട് ബോലോ താരാരാര കളിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ. ഇത് കഥയോ സങ്കല്പമോ അല്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലെ ദൃശ്യങ്ങളാണ്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് പ്രവർത്തകർ മദ്യപിച്ച് അഴിഞ്ഞാടുന്നത്. മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് മദ്യപിച്ച് ലെക്കുകെട്ട നേതാക്കളുടെ DJ പാർട്ടി. ഡാൻസ് ചെയ്യുന്നവരിലെ ഒരു കുടിയൻ ഓഫീസ് ചുമതലയുള്ള വ്യക്തിയാണ് എന്ന കാര്യം ആദ്യമേ പറയാം. ഇവിടെ സംഘം ചേർന്നുള്ള മദ്യപാനം സ്ഥിരമാണെന്നും ചിലർ ഓഫീസിനകത്ത് മദ്യപിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും നാട്ടുകാരും തുറന്നടിച്ചിരിക്കുകയാണ്. മദ്യപിക്കാനും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മണ്ഡലം കോൺഗ്രസ് നേതാക്കൾക്ക് മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദമുണ്ടെന്ന് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കേണ്ട പാർട്ടി ഓഫീസുകൾ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തികളുടെ കേന്ദ്രമാകുമ്പോൾ അത് പൊതുജനങ്ങളിൽ വലിയ ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക കേന്ദ്രമെന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നു വന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പ്രാദേശികരുടെ ആരോപണം കൂടുതൽ ഗുരുതരമാണ്. ഓഫീസ് കെട്ടിടത്തിനകത്ത് കൂട്ടമായി മദ്യപിക്കുന്നത് പതിവാണെന്നും ചിലർ അവിടെ മദ്യലഹരിയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടി ഓഫീസുകൾ രാഷ്ട്രീയ ചർച്ചകൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കുമല്ലാതെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ ആരോപണം പ്രകാരം മണ്ഡലം തലത്തിലെ ചില നേതാക്കൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. എന്നാൽ അവർ മൗനം പാലിച്ചതിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുവിധ മൗനാനുവാദം നൽകിയതായും പ്രവർത്തകർ പറയുന്നുണ്ട്. ഇത് പാർട്ടിയുടെ ആഭ്യന്തര ശാസനയും നിയന്ത്രണ സംവിധാനവും എത്രത്തോളം ദുർബലമായിരിക്കുകയാണ് എന്നതിന്റെ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക ഓഫീസുകൾ പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഓഫീസിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുവെന്നത് കൂടുതൽ ഗൗരവമേറിയതാണ്. പൊതുജന വിശ്വാസം നേടിയെടുക്കേണ്ട ഇടങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അത് രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകളെ ശക്തമാക്കുന്നുണ്ട്. പാർലമെന്ററി മര്യാദകളും രാഷ്ട്രീയ സംസ്കാരവും പൊതുസമൂഹത്തിനുള്ള മാതൃകാപരമായ പെരുമാറ്റവും സംബന്ധിച്ച് നിരന്തരം ക്ലാസ് എടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം സ്വന്തം പാർട്ടി ഓഫീസുകളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാന ചോദ്യം. മറ്റു പാർട്ടികളെ വിമർശിക്കുന്നതിന് മുൻപ് സ്വന്തം സംവിധാനങ്ങൾ ശുദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യമാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ പാർട്ടി ഓഫീസുകൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ ഭാഗമാണോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. സംഭവത്തിൽ കോൺഗ്രസ് മണ്ഡലം നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളും നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും ആരോപണങ്ങളും പാർട്ടിയെ പ്രതിരോധ നിലയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങളിൽ വിശ്വാസവും ശാസനയും സൃഷ്ടിക്കേണ്ട സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ തന്നെ വിവാദങ്ങൾക്കിടയാകുമ്പോൾ ഇത് വെറും പാർട്ടി പ്രശ്നമല്ല, പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസത്തെയും ബാധിക്കുന്ന കാര്യമാണ്. മണ്ണുത്തിയിലെ ഈ സംഭവം അതിന്റെ തീവ്ര ഉദാഹരണമായി മാറിയിരിക്കുകയാണ്.